സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദിൻ്റെ അനുയാത്ര, അധ്യായം 3. ഇവിടെ ആയിരുന്നില്ല നമ്മളന്ന്, മറ്റൊരിടത്ത്. വാടകയ്ക്കായിരുന്നെങ്കിലും എനിക്ക് ആ വീട് ഇഷ്ടമായിരുന്നു. ആ സ്ഥലം ഇന്നും മറക്കാനാവില്ല. ആറ്റുതീരത്ത്, ആറ്റിനക്കരെ പാടം, നോക്കത്താ ദൂരത്തോളം പാടം. പാടത്തുഴുതു മറിക്കുന്നതും വിത്ത് വിതയ്ക്കുന്നതും ഞാറ് നടുന്നതും കൊയ്ത്തുകറ്റുകൾ അടുക്കി വെക്കുന്നതും മിതിച്ച് നെന്മണികൾ കൂമ്പാരമാക്കുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു നിൽക്കുമായിരുന്നു. കതിരുകൾ വിളഞ്ഞുകിടക്കുന്ന സമയത്തായിരുന്നു കാണാൻ ഏറെ കൗതുകം. കാല് വയ്യാതെ ഒരേ ഇരിപ്പിരിക്കുന്ന കാലയളവിൽ ഞാൻ അത് തന്നെ നോക്കിയിരുന്നിട്ടുണ്ട്, മണിക്കൂറുകളോളം. പുലരുമ്പോൾ പാടത്തിൻ്റെ അങ്ങേ അതിർത്തിയിൽ ചക്രവാളം കൂട്ടിമുട്ടുന്ന ആകാശച്ചെരുവിൻ്റെ തീനാളം പോലുള്ള ചുവപ്പും വൃത്തത്തിൽ തീകട്ട പോലെ ഉയർന്നു വരുന്ന സൂര്യനും അന്നെൻ്റെ നിത്യകാഴ്ചകളായിരുന്നു. അന്ന് ആ മുറ്റത്തൊരു തൈത്തെങ്ങുണ്ടായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു. തൈത്തെങ്ങിൽ നിന്നും വളഞ്ഞു മുറ്റത്തേക്ക് നിൽക്കുന്ന ഒരു പച്ചമടൽ, അതിൻ്റെ പച്ചോലകൾക്കിടയിലൂടെ അസ്തമിക്കുന്ന തീക്കട്ട കാണണം. ഇന്നും മറക്കാനാവാത്ത കാഴ്ച. പച്ചോലകളപ്പോൾ പഴുക്കാൻ നിറമായി തോന്നും. ആ മടൽ പിന്നെ ഉണങ്ങി വീണപ്പോൾ ഞാൻ എത്ര സങ്കടപ്പെട്ടെന്നോ. എമിലി മമ്മിയെ നോക്കി. മമ്മിയുടെ മനസ്സിൽ ഇത്രയേറെ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴും ആ കാഴ്ച കാണുന്നത് പോലെ സ്വയം മറന്ന് ലയിച്ചു ചേർന്നതുപോലെയാണ് സംസാരം. ഇപ്പോൾ അവിടെ ആ വീടിന് മുമ്പിൽ കാണുന്നത് പോലെ. ഞാനെല്ലാം മറന്നു, മറ്റെല്ലാം മറന്നു. എല്ലാ ദുരന്തങ്ങളും എല്ലാ വേദനകളും ആ സാമീപ്യത്തിൽ വിസ്മൃതികളായി. അങ്ങോളം ആ സ്വർഗം എനിക്കും സ്വന്തമാക്കാനാവില്ലെന്നറിയാമായിരുന്നു. എൻ്റെ ജീവിത ദുരന്തത്തിൽ ഒരു ദിവസം ആ ദിവസം കിട്ടുന്ന സന്തോഷം അനുഭവിക്കാനായിരുന്നു ആർത്തി. അത് കിട്ടുന്നിടത്തോളം മുങ്ങിക്കുടിക്കാനും. ഞാൻ കുടിച്ചു, അതിൽ നീന്തി തുടിച്ചു, സ്വയം മറന്നു. പക്ഷേ യാഥാർത്ഥ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കോരിക്കുടിച്ചിരുന്ന ആഹ്ലാദം എനിക്ക് പകരുന്നതിനു വേണ്ടി അദ്ദേഹം എത്രമാത്രം യാതനയും വേദനയും അനുഭവിക്കുന്നു എന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഒന്നും അറിയിച്ചില്ല. ഒരിക്കൽ പറഞ്ഞു, വിന്നി അറിഞ്ഞുവെന്ന്. പൊട്ടിത്തെറിക്കുണ്ടായി. തെല്ലു ശാന്തമാക്കാൻ കുറേ പാടുപെട്ടുവെന്ന്. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഒന്നും ഞാൻ അന്വേഷിക്കാറുമുണ്ടായിരുന്നില്ല. അതിൻ്റെ സ്വാർത്ഥതയാണ്. അന്വേഷിച്ചാൽ അദ്ദേഹം വീണ്ടും വിന്നിയെക്കുറിച്ച് പറഞ്ഞാലോ? ഞാനത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് ഭാര്യയോ കുട്ടിയോ ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും ഞാനന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എനിക്ക് ഹിൽവാലി എസ്റ്റേറ്റിൻ്റെ പേര് പോലും കേൾക്കണ്ടായിരുന്നു. ആ വാടക വീടായിരുന്നു ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾ മാത്രം. ഒക്കെ അറിഞ്ഞത് ആ മരണശേഷം, എനിക്ക് അദ്ദേഹം നഷ്ടപ്പെട്ടതിന് ശേഷം. ജോൺസൺ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ജോൺസൺ. ഒരുമിച്ച് പഠിച്ചവർ. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്ത് ജോലിയും ചെയ്യും. പ്രത്യേകിച്ച് വരുമാനമൊന്നും ആകാതിരുന്നതിനാൽ വിവാഹം കഴിക്കാൻ ധൈര്യമില്ല എന്ന് ചിരിയോടെ പറഞ്ഞു. ചേട്ടന്മാരൊക്കെ വിവാഹിതരാണ്, പെങ്ങന്മാരും. അപ്പനും അമ്മയും മരിച്ചു നേരത്തെ. സഹോദരങ്ങൾക്കെല്ലാവരും ഓരോ നിലയിലായപ്പോൾ ജോൺസണെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ ആരുമില്ലാതായി. വരുമാനം കൂടി കുറവായാലോ? ആൾ അധികപ്പറ്റാകും. അദ്ദേഹത്തിൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ വീട്ടിൽ വരും. മോളോട് ജീവനായിരുന്നു അന്നേ. നിന്നെ കളിപ്പിക്കുക. ഒരു നേരം പോക്കായി ജോൺസന്. അദ്ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോൺസൺ അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. പുറത്തു നിന്ന് ജോൺസൺ അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് സന്ദർശകൻ. രഹസ്യമായിട്ടായിരുന്നല്ലോ ഞങ്ങളുടെ ജീവിതം. വാടക വീട്ടിൽ നിന്നും മാറണം എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ആ വീടിനോടായിരുന്നു എനിക്ക് ആത്മൈക്യം. അദ്ദേഹം വരാത്ത ദിവസങ്ങളിലും തന്നെ അവിടെ കഴിയാൻ എനിക്കൊട്ടും ഭയം തോന്നിയിരുന്നില്ല. മാമി ചേട്ടത്തി കൂട്ടിനുണ്ടെങ്കിലും പ്രയോജനമില്ല. ഉറങ്ങാൻ കിടന്നാൽ തനി പോത്ത്. അദ്ദേഹം നിർബന്ധിച്ചു. എന്നും വാടക വീട്ടിൽ കഴിയാൻ പറ്റില്ല, സ്വന്തമായി ഒരു വീട് വേണം. നിർബന്ധിച്ചപ്പോൾ ഞാൻ എതിർത്തില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് തിരുവാക്യമായിരുന്നല്ലോ. ഞാനും അദ്ദേഹവും ജോൺസണും കൂടെയാണ് പോയത്. പാടവും ആറും ഒന്നുമില്ലെങ്കിലും എനിക്ക് ആ വീടും വളപ്പും ഇഷ്ടമായി. 2 ഏക്കർ സ്ഥലം, അതിനുള്ളിൽ കൊട്ടാരം പോലൊരു വീട്. മുറ്റത്ത് നിന്നാൽ സൂര്യൻ ഉദിച്ചു വരുന്നത് ഒരു മറയുമില്ലാതെ കാണാം. ഗ്രാമം തന്നെ.
അത്രയും വലിയ വീട് വേണോ എന്ന കാര്യത്തിലേ എനിക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ പൊന്നുമോൾക്ക, വലുതാകുമ്പോൾ അവളും കെട്ടിയോനുമാണ് അതിൻ്റെ അധിപതി. ഞാനിത് മോളുടെ പേരിലാണ് വാങ്ങാൻ പോകുന്നത്, അദ്ദേഹം പറഞ്ഞു. ആ മുഖത്തെ സന്തോഷം എത്ര വലുതായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 16 ലക്ഷം രൂപയ്ക്ക് ആ വീടും വളപ്പും വാങ്ങാൻ അദ്ദേഹം സമ്മതിച്ചു. 10,000 രൂപ അഡ്വാൻസ് നൽകി. 3-ാം ദിവസം എഴുതാമെന്ന് സമ്മതിച്ചു. 3-ാം ദിവസം 16 ലക്ഷം രൂപയ്ക്കായി എസ്റ്റേറ്റിലേക്ക് പോയ ആ മനുഷ്യൻ്റെ മൃതശരീരം 3-ാം ദിവസം അടക്കം ചെയ്തു. മേരി തേങ്ങിപ്പൊട്ടുകയായിരുന്നു. കോടിക്കണക്കിനുണ്ട്. അതിൽ നിന്നും 16 ലക്ഷം നഷ്ടപ്പെടുന്നത് തടയാൻ ആ ജീവൻ തന്നെ അവൾ എടുത്തു. എമിലിയുടെ ഹൃദയം തമ്പേറടിച്ചു. പെരുവിരൽ മുതൽ ചൂട് പിടിക്കുന്നു. എനിക്ക് ആ 14 ലക്ഷം പോലും വേണ്ടായിരുന്നു. ഞാൻ വിലക്കിയതാണ്. കൊട്ടാരം പോലുള്ള വീട് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. തെരുവോരത്തും കിടക്കാം. അദ്ദേഹം ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷേ ആ ശവം പോലും കാണാൻ ഭാഗ്യമില്ലായിരുന്നു ഇവൾക്ക്. മമ്മി എന്തുകൊണ്ട് പോയില്ല? എമിലി ചോദിച്ചു. ഞാനതറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിലായിരുന്നു മോളെ. 4-ാം ദിവസമാണ് ഞാൻ അറിയുന്നത്. ജോൺസൺ പറഞ്ഞിട്ട് ജോൺസൺ എന്നെ നിർബന്ധിച്ചു വിട്ടതാണ് അന്വേഷിക്കാൻ, മേരി തുടർന്നു. രൂപയുമായി പിറ്റേന്ന് തന്നെ എത്താമെന്ന് തീർച്ച പറഞ്ഞാണ് അദ്ദേഹം പോയത്. പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും കാണാതായപ്പോൾ ഞാൻ പരിഭ്രമിച്ചു. ജോൺസൺ വന്നപ്പോൾ ഞാൻ സങ്കടം പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് ജോൺസൺ പറയുന്നത് എനിക്കും മോൾക്കും വേണ്ടി അദ്ദേഹമായി എസ്റ്റേറ്റിൽ കിടന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടങ്ങൾ. അദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ചു. അമ്മച്ചി പാവം, ആർക്കും പന്ത് തട്ടാം. വിന്നിയും വിന്നിയുടെ അപ്പനും ആങ്ങളയുമാണിപ്പോൾ ഭരണക്കാർ. മോൾ ഉണ്ടായതാണ് പ്രശ്നമായത്. രഹസ്യമായെങ്കിലും നീ അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയല്ലേ? പകുതി സ്വത്തിൻ്റെ അവകാശം പോയില്ലേ? അതാണ് പ്രശ്നം. ഞാനും നീയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം പിരിയാനാണത്രേ യുദ്ധം. അദ്ദേഹം അക്കാര്യത്തിൽ ഉറച്ച നിലപാടിലായിരുന്നു താനും. എന്നും വഴക്കും പ്രശ്നങ്ങളുമാണത്രേ. സമാധാനമില്ലാത്ത അന്തരീക്ഷം. സ്വസ്ഥതയ്ക്കാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെ. ദൈവമേ, ഞാൻ കരഞ്ഞുപോയി. ഒന്നും എന്നെ അറിയിക്കരുതെന്ന് ജോൺസണോട് കർശനമായി പറഞ്ഞിട്ടുണ്ടത്രേ. ആ വിഷമം സഹിക്കാനാവാതെ പറഞ്ഞു പോയതാണ് ജോൺസൺ. ദൈവമേ, ഇനി വരുമ്പോൾ പറയണം എനിക്കൊന്നും വേണ്ട. കൊട്ടാരവും കൊട്ടാര വളപ്പും വേണ്ട. കൂലിപ്പണി എടുത്തായാലും ജീവിച്ചു കൊള്ളാം. സ്വത്തും വേണ്ട, ഓഹരിയും വേണ്ട എൻ്റെ മോൾക്ക്. അവളുടെ പപ്പയ്ക്ക് ഒരാപത്തും ഉണ്ടാകാതിരുന്നാൽ മതി. ഇനിയെല്ലാം ഞാനും അറിയണം, എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ജോൺസൺ ഒരു കാര്യം കൂടി പറഞ്ഞു. പോയതിൻ്റെ പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ ഉണ്ടായിരുന്നത്രേ. പ്രശ്നം രൂക്ഷമാണെന്ന്, പണം എടുക്കുന്നതാണ് പ്രശ്നമെന്ന്. 3-ാം ദിവസം ഞാൻ ജോൺസനെ വിട്ടു, നിർബന്ധിച്ച്. എനിക്ക് തെല്ലും സമാധാനമുണ്ടായിരുന്നില്ല. ജോൺസൺ അവിടെ പോയിട്ടുള്ളതാണ് മുമ്പ്. ജീവൻ തന്നെ അപകടത്തിലാണോ എന്ന് സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്രേ. എന്തുതന്നെ സംഭവിച്ചാലും വീട് വാങ്ങാനുള്ള 16 ലക്ഷവുമായി മടങ്ങി വരുമത്രേ. കണ്ടില്ല, ജോൺസൺ പോയി. പിറ്റേന്നാണ് ജോൺസൺ വന്നത്, പള്ളി സെമിത്തേരിയിൽ ആ ശവശരീരം അടക്കം ചെയ്യുന്നത് കണ്ടിട്ട്. ഉറക്കെ കരയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഭീതിദത്തമായ മറ്റൊരു വാർത്ത കൂടി ജോൺസൺ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ പറിച്ചെടുത്ത അതേ കരങ്ങൾ എൻ്റെ മകളെ തേടുകയാണത്രേ. 3000 ഏക്കറിൻ്റെ പകുതിക്ക് അവകാശം പറഞ്ഞെന്തെങ്കിലും ഞാനും മകളും ചെന്നാലോ? ഞാൻ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, അതവർക്ക് പ്രശ്നമല്ല. മോളെ, നീയാണ് അവരുടെ ലക്ഷ്യം. നിന്നെയാണ് ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നത്. ആ വീട്ടിൽ നിന്നും ഉടമ മാറണമെന്ന് ജോൺസൺ പറഞ്ഞു. എങ്ങോട്ട് മാറാൻ? ആരുണ്ടെന്നെ സഹായിക്കാൻ? അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വഴിനീളെ നടന്നു തെണ്ടാൻ എനിക്ക് വയ്യായിരുന്നു. എൻ്റെ ആഹ്ലാദവും ധൈര്യവും ജീവിക്കാനുള്ള ത്വരയും എല്ലാം അദ്ദേഹത്തോടൊപ്പം പോയിരിക്കുന്നു. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഇനി എന്തിന് ഞാനും മോളും ജീവിച്ചിരിക്കണം? ആർക്കു വേണ്ടി? പക്ഷേ ജോൺസൺ ശക്തമായി പറഞ്ഞു, പോയേ തീരൂ എന്ന്. ഈ കുഞ്ഞിനൊരാപത്തും ഉണ്ടാകരുതെന്നതായിരുന്നു ഫെർണാണ്ടസിൻ്റെ എന്നുമുള്ള തീരുമാനം. കുഞ്ഞിന് വേണ്ടി മേരി ഇവിടെ നിന്ന് പോകണം, പോയേ തീരൂ. കൊല്ലപ്പെടാൻ മാത്രം എന്തു തെറ്റു ചെയ്തു ഈ കുഞ്ഞ് എന്ന് ജോൺസൺ ചോദിച്ചിട്ടും ഒരു തീരുമാനത്തിലെത്താതെ നിന്ന എന്നോട് ജോൺസൺ തട്ടിക്കയറി. മേരി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യ്, എനിക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കണം.
ഇവൾ നിസാരയല്ല. ഹിൽവാലി എസ്റ്റേറ്റിൻ്റെ പകുതി സ്വത്തിൻ്റെ അവകാശിയാണ്. ഫെർണാണ്ടസിൻ്റെ മകളാണ്. ഞാനിവളെ കൊണ്ടുപോകും. ഇവളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജോൺസൺ ഇറങ്ങിക്കഴിഞ്ഞു. നീയുമായി ഒപ്പം വരാതിരിക്കാൻ എനിക്ക് കഴിയുമോ? അത്യാവശ്യം വേണ്ടത് ഒരു ബാഗിനുള്ളിലാക്കി ജോൺസണിൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങി. താമസിക്കാൻ ഒരു വീട് ഏർപ്പാട് ചെയ്തിട്ടാണ് ജോൺസൺ വന്നത് തന്നെ. വാടക വീട്. എന്നെയും മോളെയും വാടക വീട്ടിൽ താമസിപ്പിച്ചു. പിറ്റേന്ന് മോളെ മാമിച്ചെടുത്തി ഏൽപ്പിച്ച് ജോൺസണൊപ്പം ഞാനും പോയി വാടക വീട്ടിലേക്ക്. വീട്ടു സാമഗ്രികൾ മുതൽ ആഭരണങ്ങൾ വരെ അവിടെയുണ്ട്. ഒക്കെ അവിടെ നിന്നെടുത്താൽ പുതിയ താമസ സ്ഥലത്തെത്തിക്കാം. പുതിയ വീട്ടിൽ ഫർണിച്ചറോ വീട്ടുപകരണങ്ങളോ ഇല്ല. ഒരു ലോറി പിടിച്ചാൽ ഒക്കെ കൊണ്ടുപോവാം. ഒരു ടാക്സിയിൽ ഞാനും ജോൺസണും ചെന്നിറങ്ങി. എന്താണ് കണ്ടത്? ഇന്നും ആ കാഴ്ച എനിക്ക് മറക്കാനാവില്ല. ആ വീടാകെ നാശമാക്കിയിരിക്കുന്നു. ജനാലയുടെ ചില്ലുകൾ അടിച്ചുടച്ചു ചിതറിച്ചിരുന്നു. ഉപയോഗിച്ചു കൊണ്ടിരുന്ന പാത്രങ്ങൾ, ഫർണിച്ചറുകൾ എല്ലാം അടിച്ചും പൊട്ടിച്ചും വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറിയും എറിഞ്ഞിരിക്കുന്നു. കുറേ പണവും എനിക്കായി അദ്ദേഹം വാങ്ങിത്തന്ന ആഭരണങ്ങളും മോളുടെ ആഭരണങ്ങളുമൊക്കെ ഷെൽഫിലുണ്ടായിരുന്നു. ഒന്നുമില്ല, ഒന്നും. എന്നെ ഏറെ തളർത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും ശേഷിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആൽബങ്ങൾ, ഫ്രെയിം ചെയ്ത ഫോട്ടോകൾ, അദ്ദേഹവും ഞാനും നീയും ഒരുമിച്ചുള്ള ഫോട്ടോകൾ എല്ലാം നശിപ്പിക്കപ്പെട്ടു. ആ രൂപം ഒന്ന് കാണാൻ പോലും ശേഷിപ്പിക്കാതെ. വാശി, അതിക്രമിച്ച ദേഷ്യം, അതിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് കണ്ടത്. അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ വീട്ടിൽ ആരുമില്ലെന്ന് കണ്ടു തിരിച്ചു പോകും എന്നായിരുന്നു എൻ്റെയും ജോൺസൻ്റെയും പ്രതീക്ഷ. പക്ഷേ സംഭവിച്ചതോ? അപ്പോൾ അന്ന് രാത്രി ഞാനും നീയും ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലോ? ഇന്നും എനിക്ക് ആ രംഗം ഓർക്കാൻ കൂടി വയ്യ. ആ ഓർമ്മയിൽ ഞാൻ എന്നും തളരുന്നു. ഞാനില്ലാതായി തീരുന്നു. എന്നിൽ പകയുടെ സർപ്പങ്ങൾ ചീറ്റി ഉണരുന്നു. മാളമിട്ടിറങ്ങി ഞാൻ പത്തി ഉയർത്തുന്നു. അധ്യായം 4. സ്ത്രീ ദുർഗയാണ്, സ്ത്രീ ശക്തിയാണ്, സ്ത്രീ അമൂർത്തയാണ്. ചവിട്ടേറ്റാൽ വിഷപ്പാമ്പാണ്, പകയുടെ തീജ്വാലയാണ്. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീക്ക് ഇത്ര ക്രൂരമായി ഒരു ചെകുത്താനാകാൻ കഴിയുമോ? വിദ്വേഷത്തിൻ്റെ തീയിൽ ചവിട്ടി നിന്ന് രക്തം വലിച്ചു കുടിച്ചലറുന്ന രക്തരാക്ഷസാകാൻ കഴിയുമോ? നിഷ്ഠൂരദംഷ്ടങ്ങൾ തുളച്ചിറക്കി മാംസം കടിച്ചീമ്പി തിന്നുന്ന പിശാചിനിയാവാൻ കഴിയുമോ? കഴിയും. അതിനുള്ള ദൃഷ്ടാന്ത തെളിവാണ് ആ സ്ത്രീ, വിന്നി ഫെർണാണ്ടസ്. അവർക്ക് കൂട്ടായ അവരുണ്ട്. അപ്പനും സഹോദരനും പിശാചിൻ്റെ സന്തതികൾ, മൃഗങ്ങൾ. അദ്ദേഹത്തെപ്പോലെ പാവ മനുഷ്യൻ്റെ ജീവനെടുക്കാൻ കഴിയുന്നവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. എന്നെ സ്നേഹിച്ചു പോയി, നീ ജനിച്ചു പോയി, ഇത്രയും തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഇതൊഴിച്ചാൽ ഒരു സാധു മനുഷ്യനാണ്. അലിപോലുന്ന കണ്ണുകളും കനിവിയെന്ന ഹൃദയവുമുള്ള ഒരു പാവം. കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമാണ് മുഖം എപ്പോഴും. പക്ഷേ പണത്തിമിരം ബാധിച്ച കണ്ണുകൾക്ക് മുമ്പിൽ നിഷ്കളങ്കത വിലപ്പോവില്ല. ചതിയും വഞ്ചനയും കൊണ്ടേ അവരെ പിടികൂടാനാകൂ. ഓർക്കാപ്പുറത്ത് കുഴിയിൽ വീഴിക്കണം. അതിന് സാമർഥ്യമില്ലാതിരുന്നതിനാൽ ആ പാവത്തിൻ്റെ ജീവൻ ഹോമിക്കപ്പെട്ടു. തിളയ്ക്കുന്ന യൗവനപ്രായത്തിൽ 32-ാം വയസ്സിൽ തകർന്നു കിടക്കുന്ന ആ വാടക വീടിന് മുമ്പിൽ നിന്ന് അന്നു പോന്നതാണ്. പിന്നീടൊരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല. ഒരിക്കലും അവരുടെ കയ്യിലകപ്പെടരുതേ എന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അക്കാലത്തൊക്കെ ഊർജിതമായി അവർ നിന്നെ അന്വേഷിച്ചിരിക്കണം, കണ്ടെത്തി കൊല്ലാൻ. നസ്രത്തിൽ ഉണ്ണിയേശുവിനെയും ഗോകുലത്തിൽ ഉണ്ണികൃഷ്ണനെയും ശത്രുക്കൾ തിരഞ്ഞു നടന്നു. പിഞ്ചിലെ കണ്ടെത്തി കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ. പക്ഷേ ആർക്കും കണ്ടെത്താനായില്ല. വളരാൻ വിധിക്കപ്പെട്ട കുഞ്ഞിന് മരണം വിധിക്കപ്പെട്ടില്ല. അതുപോലെ നീയും അവരുടെ കണ്ണിൽപ്പെട്ടില്ല നാളിതുവരെ. ഇപ്പോഴും അവർ നിന്നെ തേടുന്നുണ്ടാകണം. റെക്കോർഡ് പ്രകാരമായി പോലും നിന്നെ തപ്പി കണ്ടെത്താതിരിക്കാൻ ജോൺസൺ നിന്റെ പേര് പോലും മാറ്റിയിട്ടു. എല്ലാം ജോൺസന്റെ കഴിവാണ്. ജോൺസനാണ് നമ്മുടെ രക്ഷകൻ. എൻ്റെ പേര് മാറ്റിയിട്ടുവെന്നോ? എമിലി ഉദ്യോഗത്തോടെ ചോദിച്ചു. അതെ, അവിടെ നിന്ന് പോന്നപ്പോഴേ നിന്റെ പേര് മാറ്റി. അതാവശ്യമായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ യഥാർത്ഥ പേര് മരിയ ഫെർണാണ്ടസ്. അദ്ദേഹം നിന്നെ മാരിമുത്തേന്നാണ് വിളിച്ചിരുന്നത്. ആ പേരുകൊണ്ട് പോലും അപകടം മണത്തറിഞ്ഞ ജോൺസൺ മറ്റൊരു പേരിട്ടു. എൻ്റെ മൗനാനുവാദത്തോടെ എമിലി ജോൺസൺ. മേരി പതിയെ തുടരുകയായിരുന്നു. മരിയ. എമിലി മെല്ലെ മന്ത്രിച്ചു. മരിയ ഫെർണാണ്ടസ്, മാരിമുത്ത്.
ജോൺസൺ പിന്നീട് ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും മാത്രമല്ല, നമ്മുടെ അനാഥത്വവും ജോൺസന്റെ സങ്കടങ്ങളായി തീർന്നു. നമ്മളെ അനാഥരെ പോലെ ഉപേക്ഷിച്ചു പോകാൻ കഴിഞ്ഞില്ല. അന്ന് ജോൺസൺ ജീവിക്കാനുള്ള പ്രചോദനവും വഴികാട്ടിയുമായി മുമ്പിലുണ്ടായിരുന്നെങ്കിൽ നിന്നെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും അതിന് ശ്രമിച്ചതാണ്. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ മുഖം ഓർമ്മ വരും. ആ ഓർമ്മയിൽ ഞാൻ പിടഞ്ഞു തകരുമ്പോൾ എനിക്കെങ്ങനെ അത് സാധിക്കും? ജോൺസൺ വഴികാട്ടിയായി. ജോൺസൺ തൻ്റെ സ്വന്തം ഓഹരി ചോദിച്ചു വാങ്ങിയിട്ടത് വിറ്റു. ടൗൺ ഒരു ജൗളിക്കട തുടങ്ങി. കയറ്റമായിരുന്നു പിന്നെ. ഒക്കെ നിൻ്റെയും എൻ്റെയും ഭാഗ്യമാണെന്ന് പറയും. നിന്നെ ജീവനായിരുന്നു. നെഞ്ചത്ത് കിടത്തി കഥ പറഞ്ഞ് നിന്നെ ഉറക്കി. നിന്നോടുള്ള അമിതമായ സ്നേഹം, മുമ്പോട്ടുള്ള ജീവിത പഥാവിൻ്റെ അസ്ഥിരതയും ദുർഘടവും. ഒരു കൂട്ടാളിയില്ലാതെ എനിക്കൊന്നിനും കഴിവില്ലായിരുന്നു. ഒടുവിൽ ജോൺസൺ കൂടി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ജോൺസന്റെ ഭാര്യയായി. എന്നെയും നിന്നെയും പട്ടിലും പൊന്നിലും പൊതിഞ്ഞാണ് സൂക്ഷിച്ചത്. ബിസിനസ്സിൻ്റെ വിജയം, നേട്ടങ്ങളുടെ കഥ മാത്രം പറഞ്ഞു. വാടക വീട്ടിൽ നിന്നും 2 നിലയുള്ള ഒരു വലിയ ബംഗ്ലാവിലേക്ക് താമസം മാറ്റി. ജോൺസൺ വാങ്ങിയ വീട് ജീവിതം വീണ്ടും സുന്ദരമായ ഒരു അനുഭവമായി മാറി. ഒടുവിൽ എപ്പോഴോ താളം തെറ്റി. എങ്ങനെയോ ഞങ്ങൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടും ഞാൻ വീണ്ടും അമ്മയായില്ല. പരിശോധിച്ചു, തീർച്ചപ്പെട്ടു, ജോൺസന് കുട്ടികളുണ്ടാവില്ല. തകർച്ചയുടെ ആരംഭം അവിടെ നിന്നാണ്. നിന്നെ സ്വന്തം മകളായി സ്നേഹിക്കുന്നുണ്ട്, എന്നാലും സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞ്. ജോൺസൺ ആഗ്രഹിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു. അമിതമായ ആഗ്രഹം തന്നെയാവാം ആളിനെ തളർത്തിയതും. മാനസികമായി വല്ലാതെ തളർന്നു. പണമുണ്ടായപ്പോൾ, നിലയും വിലയും ഉണ്ടായപ്പോൾ ബന്ധുക്കൾ ജോൺസനെ തേടി വന്നിരുന്നു. കുട്ടിയുണ്ടാകില്ലെന്നറിഞ്ഞപ്പോൾ അവരും ഉപദേശിച്ചു. ആരാൻ്റെ ഒരു കുട്ടിക്ക് വേണ്ടി ജോൺസൺ ഉണ്ടാക്കിയ സ്വത്ത് നീക്കി വെക്കേണ്ടതുണ്ടോ? എന്നെയും നിന്നെയും ഉപേക്ഷിക്കുക, എന്നിട്ട് അവരുടെ കൂടെ ചെല്ലുക. ജോൺസന്റെ കാര്യങ്ങൾ പൊന്നുപോലെ നോക്കാൻ ഒരുപാട് ആളുകളെത്തി. എന്തോ ജോൺസൺ വഴങ്ങിയില്ല, പോയില്ല. പക്ഷേ പഴയതുപോലെ പ്രതീക്ഷകളില്ലാതായി, ലക്ഷ്യങ്ങളില്ലാതായി. ബിസിനസ്സിൽ ശ്രദ്ധ കുറഞ്ഞു. മദ്യപാനം ദിവസേനയാക്കി. പിന്നീടത് കൂട്ടുകൂടിയുള്ള മദ്യസേവയായി. ബിസിനസ്സിൽ നിന്നും നഷ്ടം പോരാത്തത് കുടിച്ചു തീർക്കുകയും. ഞാൻ കരഞ്ഞു, കാലുപിടിച്ചു. ആർക്കു വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്? അതായി ചോദ്യം. എനിക്കെന്തുണ്ട് മറുപടി? ഒടുവിൽ ജൗളിക്കട പൂട്ടി. കടം മാത്രമായി. ബംഗ്ലാവ് വിറ്റു, കടം വീട്ടാനായി. ഒടുവിൽ ഈ ചെറിയ വീട്ടിലെത്തി. ആയിരങ്ങൾ ലാഭകരമായി അമ്മാനമാടിയ കരങ്ങൾക്ക് അന്നത്തെ അപ്പം നേടാനുള്ള പണത്തിന് പോലും ഞെരുക്കമായി. എന്നിട്ടും ഒന്നു മാത്രം മാറ്റമില്ലാതെ തുടർന്നു, മദ്യപാനം. പണമില്ലാതായപ്പോൾ അവകാശം പറഞ്ഞു വന്നിരുന്ന ബന്ധുക്കൾ വരാതായി. ഇതിനിടയിൽ നിന്റെ പഠനം നടന്നു. ഞാൻ രോഗിയായി. നിന്റെ പഠനവും ആസ്മയ്ക്കുള്ള എൻ്റെ ചികിത്സയും മുറയ്ക്കു നടന്നു. അതോടെ നമ്മൾ ഒന്നുമില്ലാത്തവരായി. ഒരു വലിയ ജൗളിക്കടയുടെ ഉടമസ്ഥനായി. 60 തൊഴിലാളികളുടെ മുതലാളിയായി. വർഷങ്ങൾ തള്ളി നീക്കിയ മനുഷ്യൻ ഇന്ന് അതുപോലൊരു ജൗളിക്കടയിലെ തൊഴിലാളിയാണ്, സെയിൽസ്മാൻ. നമ്മളെ പോറ്റാൻ വേണ്ടി, നിന്റെ വിവാഹം നടത്താൻ വേണ്ടി ആ പാദം എന്നും കഴുകി തുടച്ചാലും കിട്ടും പുണ്യം. അത്ര തങ്കപ്പെട്ട മനസ്സ്. എല്ലാം നഷ്ടപ്പെട്ടതും പാപ്പരായതും നമ്മുടെ അനുഭവദോഷമാണ്. അതെ, നമ്മൾ ഭാഗ്യഹീനരാണ്. ഞാനാണ് പാവി. ഞാൻ ജന്മം തന്നതോടെ നീയും പാപിയായി. അല്ലെങ്കിൽ അത്ര ചെറുപ്പത്തിൽ അദ്ദേഹം നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ രാജകുമാരിയായി വളർത്തുമായിരുന്നു. പൊന്നുകൊണ്ട് മൂടി തന്നെ ഒരു രാജകുമാരൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുമായിരുന്നു. മേരി ഏങ്ങി ഏങ്ങി കരഞ്ഞു. യോഗമില്ല, പാപജന്മങ്ങൾക്ക് മോചമില്ല, അനുഭവിച്ചേ തീരൂ. അല്ലെങ്കിൽ ദൈവം നമുക്ക് മുമ്പിൽ എത്തിച്ച ജോൺസണും ഇത്തരത്തിലാകുമോ? മേരി സങ്കടത്തോടെ പറഞ്ഞു. എൻ്റെ കാര്യം വിടാം, പ്രായമായി, രോഗം മരിച്ചു തിന്ന ശരീരം. പക്ഷേ നീ അങ്ങനെ കഴിയേണ്ട കുട്ടിയാണ്. എങ്ങനെ കഴിയേണ്ട കുട്ടിയാണ്? എമിലി പതിയെ ചോദിച്ചു. ആ സ്വരം വല്ലാതെ അടച്ചിരുന്നു. തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെ. കുടുങ്ങി, കണ്ണീർ. സ്വന്തം പപ്പയുടെ വിധി അവളിൽ കുത്തിയുണർത്തിയ സങ്കടത്തിൻ്റെ ഉറവുചാൽ. മേരി അമ്പരന്ന് നോക്കുമ്പോൾ എമിലി തന്നെ ഉത്തരവും പറഞ്ഞു. 3000 ഏക്കർ വിസ്തീർണമുള്ള ഹിൽ വാലിയുടെ പകുതിയുടെ ഉടമയായി കഴിയേണ്ടവൾ അല്ലേ? മേരി നോക്കി, പിന്നെ മെല്ലെ തലയാട്ടി. അതേയെന്ന്. എനിക്ക് ഇൻ്റർവ്യൂവിന് പോകണം മമ്മി, എമിലി അതേ സ്വരത്തിൽ പറഞ്ഞു. വല്ലാത്തൊരു ഞെട്ടിൽ മേരി പിടഞ്ഞുപോയി. പോകണം, എനിക്ക് അവകാശപ്പെട്ട സ്ഥലമല്ലേ, പോകണം. ഉറച്ച സ്വരം. എമിലി, മേരി ഉറക്കെ വിളിച്ചു. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തല്ല, ഇതെൻ്റെ തീരുമാനമാണ്. ഇല്ല, ജോൺസൺ അറിഞ്ഞാൽ സമ്മതിക്കില്ല, നിന്നെ വിടില്ല. ആ പിശാചിനിയെ ശരിക്കറിയാവുന്നവനാണ് ജോൺസൺ.
നിന്നെ അവരുടെ വലയിലേക്ക് അങ്ങേര് വിടില്ല, എനിക്ക് തീർച്ചയുണ്ട്. പപ്പ അറിയണ്ട. എമിലി, മേരിയുടെ സ്വരം അടച്ചുപോയി. അറിയണ്ട, എനിക്ക് പോകണം ഇൻ്റർവ്യൂവിന്. എനിക്ക് ആ എസ്റ്റേറ്റ് ഒന്ന് കാണണം. എൻ്റെ പപ്പ ജനിച്ച സ്ഥലം, വളർന്ന സ്ഥലം, മരിച്ചു വീണ സ്ഥലം, അടക്കം ചെയ്ത സ്ഥലം. എനിക്ക് അവിടെ പോയേ തീരൂ, ഒക്കെ കണ്ടേ തീരൂ. ഇല്ല, എനിക്ക് ഭയമാവുന്നു മോളെ. എൻ്റെ തല കറങ്ങുന്നത് പോലെ. എന്തിന്? ഞാൻ വല്ല കൊക്കയിലേക്കും കാർ തെറ്റി വീഴുമെന്ന് കരുതിയിട്ടോ? കൊക്കയിൽ വീഴുമെന്ന് കരുതിയിട്ട് തന്നെയാണ്, പക്ഷേ കാൽ തെറ്റിയിട്ടല്ല. കൊന്നു കൊക്കയിലേക്ക് എറിയുമോ എന്ന്. അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നവരൊക്കെ കൊന്നു കൊക്കയിലെറിയുമെന്ന് ആരാണ് മമ്മിക്ക് പറഞ്ഞു തന്നത്? അവിടെ ചെല്ലുന്ന മറ്റാരെയും പോലെയല്ല നീ. എനിക്കെന്ത് പ്രത്യേകതയുണ്ട്? 23 വർഷമായി അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരയാണ് നീ. എന്നെ അവരെങ്ങനെ തിരിച്ചറിയും? പറയൂ, എന്നെ എങ്ങനെ തിരിച്ചറിയും? എന്നെ കണ്ടാൽ പപ്പയുടെ ഷേപ്പുണ്ടോ തിരിച്ചറിയാൻ? ഇല്ല. മമ്മി അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കാഴ്ചയിൽ തിരിച്ചറിയാൻ ഒന്നുമില്ല. പിന്നെ റെക്കോർഡിക്കലായി എൻ്റെ പേര് എമിലി ജോൺസൺ എന്നാണ്, മരിയ ഫെർണാണ്ടസ് എന്നല്ല. അവർ തിരയുന്നുവെങ്കിൽ തന്നെ അത് എമിലി ജോൺസണെയല്ല, മരിയ ഫെർണാണ്ടസിനെ ആയിരിക്കും. മേരിക്ക് മറുപടി ഉണ്ടായില്ല. അവൾ എപ്പോഴും വാദിച്ച് ജയിക്കാൻ മിടുക്കിയാണ്. പ്രഗത്ഭയായ ഒരു വക്കീലിൻ്റെ കഴിവുണ്ട് അവൾക്ക്. എന്നാലും മോളെ, മേരിയെ ഭയം കീഴടക്കുകയാണ്. മമ്മി, അവർക്ക് മുമ്പിൽ ചെന്നു നിന്ന് ഞാനാണ് നിങ്ങൾ തേടിയ മരിയ ഫെർണാണ്ടസ് എന്ന് വിളിച്ചറിയിക്കാൻ കൂടി അവർ വിശ്വസിക്കില്ല. കാരണം എന്തെന്നോ? തിരിച്ചറിവിൻ്റേതായ ഒന്നും എന്നിലില്ല എന്നു തന്നെ. അവരെ വിശ്വസിക്കാനായി മരിയ ഫെർണാണ്ടസിന് തെളിവായി കൊടുക്കാൻ ഒന്നുമില്ല. മരിച്ചുപോയ പപ്പയുടേതായി ഒരടയാളം പോലും എന്തെങ്കിലും ഈ വീട്ടിലുണ്ടോ? മമ്മിയുടെ കയ്യിലുണ്ടോ? അറ്റ്ലീസ്റ്റ് പപ്പയുടെ ഒരു ഫോട്ടോ എങ്കിലും ഇല്ല. മരിയ ഫെർണാണ്ടസിന് അവളുടെ പേര് പോലും തെളിയിക്കാനാവില്ല. അവളിനി എമിലി ജോൺസൺ ആണ്. അവളുടെ പപ്പ ഹിൽവാരി ഓണറായിരുന്ന ഫെർണാണ്ടസ് അല്ല. അന്നത്തെ അപ്പം നേടാൻ പാടുപെടുന്ന ജോൺസൺ അല്ലേ മമ്മി? കിതപ്പോടെ എമിലി മേരിക്ക് നേരെ വിരൽ ചൂണ്ടി. മമ്മി പറഞ്ഞതൊക്കെ കള്ളമാണെന്നും വെറും കെട്ടുകഥയാണെന്നും ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ അല്ലെന്ന് സമർത്ഥിക്കാൻ മമ്മിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും? മോളെ, മേരി തേങ്ങി പൊട്ടിപ്പോയി. ഒന്നുമില്ല മോളെ. എൻ്റെ വാക്കുകളും എൻ്റെ മനസ്സാക്ഷിയും മാത്രമേ തെളിവുള്ളൂ. അതാർക്കും ആവശ്യമുണ്ടാവില്ല മോളെ. എമിലി വിളറി. മമ്മിയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ, എമിലി പറഞ്ഞു. ഞാൻ ചെന്നു എന്നു കരുതി അവരെന്നെ തിരിച്ചറിയുകയോ കൊന്നു കൊക്കയിൽ വലിച്ചെറിയുകയോ ചെയ്യുകയില്ല എന്ന് പറയുകയായിരുന്നു. ശരിയാണ്, ഒരു തെളിവുമില്ല, ഒന്നും. അവർക്ക് നിന്നെ തിരിച്ചറിയാനാവില്ല, ഒന്നും ചെയ്യാനാവില്ല, മേരി സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പോകണം. ഇതൊരു ചാൻസാണ്, അവകാശപ്പെട്ട സ്ഥലം കാണാൻ. ഈ ചാൻസ് നഷ്ടപ്പെട്ടാൽ എനിക്കവിടെ കയറാൻ പിന്നൊരു പഴുതുണ്ടാവില്ല മമ്മി. ഈ കാർഡ് അനുവാദപത്രമാണ്. എനിക്ക് പോകണം, കാണണം, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം, തിരിച്ചു പോരണം, അത്രയുള്ളൂ. പോന്നിട്ട് നിനക്ക് സെലക്ഷൻ കിട്ടിയാലോ? കിട്ടലുണ്ടാവില്ല. വലിയ എസ്റ്റേറ്റുകളിലും കമ്പനികളിലും ആളെ നിയമിച്ചിട്ടുണ്ടാവും. പത്രപരസ്യം, ഈ പരസ്യം, ഇൻ്റർവ്യൂവുമൊക്കെ പ്രഹസനം മാത്രം. എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട്. ഒരിക്കലെങ്കിലും സ്വന്തം മണ്ണിൽ കാലുകുത്തി നിൽക്കാമല്ലോ. മേരി ദയനീയമായി നോക്കി. അഥവാ കിട്ടിയാലോ? എമിലിയുടെ എസ്റ്റേറ്റിൽ എമിലി ശമ്പളക്കാരിയാകാനോ? അതുണ്ടാവില്ല. മേരിക്ക് മുഖം തെളിഞ്ഞു. എന്നാലും ശങ്കയുണ്ട്. പക്ഷേ ജോൺസൺ അറിഞ്ഞാലോ? പപ്പ അറിയണ്ട മമ്മി. മമ്മി പറയണ്ട. അറിയാണ്ടെങ്ങനെ പോകും? വണ്ടിക്കൂലി വേണം. എവിടെ പോകുന്നതിന് അങ്ങേരല്ലേ തരിക? അതുമാത്രമല്ല, എങ്ങനെ പോകും? 6 മണിക്കൂറെങ്കിലും യാത്രയുണ്ടാവും. 10:30 ചെല്ലണമെങ്കിൽ പുലർച്ചയ്ക്ക് മുമ്പ് ഒരു 4-നെങ്കിലും വണ്ടിയിൽ കയറണം. ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? അങ്ങേരല്ലേ നിൻ്റെ കൂടെ എന്നും വരാറുള്ളത്. ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് പോകും. മമ്മി എങ്ങനെയും വണ്ടിക്കൂലിക്കുള്ള പൈസ ഉണ്ടാക്കി തരണം. ഇൻ്റർവ്യൂ എവിടെയാണെന്ന് പപ്പ അറിയണ്ട. എൻ്റെ ഒരു ഫ്രണ്ടുമൊത്ത് പോയിന്ന് പറയ്. വഴക്ക് പറയുമായിരിക്കും, വന്നിട്ട് കേൾക്കാം. അപ്പോൾ ഒരു സുഖമുണ്ട്. മേരിക്ക് അപ്പോൾ വല്ലാത്ത കുറ്റബോധമായി. എല്ലാം മകളോട് പറഞ്ഞു പോയതിൽ വേണ്ടിയിരുന്നില്ല. വാശിയുള്ള മനസ്സാണ് അവൾക്ക്, പിന്തിരിയുന്ന പ്രകൃതമല്ല. എല്ലാം പറഞ്ഞാൽ പോകില്ലെന്നാണ് കരുതിയത്. പക്ഷേ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ പോകാൻ നിൽക്കുന്നു, അതും വാശിയോടെ. പിന്തിരിപ്പിക്കാൻ ഒരു വഴിയും കാണാതെ ആ മാതൃ മനസ്സ് വല്ലാതെ ഒഴുകുകയായിരുന്നു. അടുത്ത അധ്യായം നാളെ.